സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 17 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 5, ഷോർട്ട് ലിസ്റ്റ് 9 ഉൾപ്പെടെ 14 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ, കാറ്റഗറി നമ്പർ 556/2021. അടുത്ത റാങ്ക് ലിസ്റ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ, കാറ്റഗറി നമ്പർ 397/2021. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ, ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ട, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 252/2022 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ 2024 ജൂലൈ 17-നും. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 664/2022 എന്ന തസ്തികയുടെ ഇൻ്റർവ്യൂ 2024 ജൂലൈ 24-നും. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ, ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 514/2022. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഡയറക്റ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 551/2021 എന്നീ തസ്തികകളിലേക്കുള്ള ഇൻ്റർവ്യൂ 2024 ജൂലൈ 24, 25, 26 എന്നീ തീയതികളിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ ഉത്തരവായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ GR 3A വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125468281. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 289/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കോഴിക്കോട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 290/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി, കാറ്റഗറി നമ്പർ 287/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, കാറ്റഗറി നമ്പർ 312/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 67 ആണ്. ലിസ്റ്റിലാകെ 111 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 51 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്തതൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, കാറ്റഗറി നമ്പർ 306/2023, 708/2023. വിദ്യാഭ്യാസ വകുപ്പിലെ UP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം, തിരുവനന്തപുരം ജില്ല, LP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം, പത്തനംതിട്ട, വയനാട്, ഇടുക്കി, തൃശ്ശൂർ ജില്ലകൾ എന്നീ തസ്തികകളിലേക്ക് 1/10/2023 GOP നമ്പർ 5/2023 SJD പ്രകാരം 4% ഭിന്നശേഷി സംവരണം ബാധകമാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള 24/6/2024 തീയതിയിലെ GOMS നമ്പർ 5/2024 SJD പ്രകാരമുള്ള സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മേൽ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിനായി യഥാക്രമം 29/9/2023, 30/12/2023 എന്നീ തീയതികളിലെ
ഗസറ്റിൽ കാറ്റഗറി നമ്പർ 306/2023, 708/2023 പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്താതിരുന്ന ഭിന്നശേഷി വിഭാഗക്കാർക്ക് കൂടി മേൽ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് 2/7/2024 മുതൽ 6/7/2024 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മേൽ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ഉൾപ്പെടെയുള്ള എല്ലാ യോഗ്യതകളും യഥാക്രമം 1/11/2023, 31/1/2024 എന്നീ തീയതികൾക്കകം നേടിയതായിരിക്കണം. വിജ്ഞാപനത്തിലെ മറ്റ് എല്ലാ വ്യവസ്ഥകളും ഭിന്നശേഷി വിഭാഗക്കാർക്കും ബാധകമാക്കിയിരിക്കുന്നതാണ്. മേൽ പരാമർശിച്ചിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതാത് കാറ്റഗറികളിലേക്ക് ഇതിനോടകം, അതായത് 1/11/2023, 31/1/2024 അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. മേൽ പരാമർശിച്ചിട്ടുള്ള ഭിന്നശേഷി വിഭാഗക്കാർ ഒഴികെ മറ്റ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഭിന്നശേഷി ഇതര വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ദീർഘിപ്പിച്ച കാലാവധിയിൽ അപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. മേൽ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. വയനാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രായിങ് ടീച്ചർ ഹൈസ്കൂൾ കാറ്റഗറി നമ്പർ 709/2022. അടുത്തത് ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി കാറ്റഗറി നമ്പർ 450/2023. അടുത്തതൊരു അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ അറിയിപ്പാണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 431/2023. ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 431/2023 ഇൻ കേരള വാട്ടർ അതോറിറ്റി എന്ന തസ്തികയുടെ ഒഴിവിലേക്കായി 13/7/2024 സാറ്റർഡേ 1:30 മുതൽ 3:30 വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള OMR പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ അറബിക് സെക്കൻഡ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 554/2023. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് കോപ്പി ഹോൾഡർ കാറ്റഗറി നമ്പർ 492/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 71. ലിസ്റ്റിലാകെ 55 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി കാറ്റഗറി നമ്പർ 450/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 460/2016. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 459/2016. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി നമ്പർ 114/2022. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പോൾട്രി അസിസ്റ്റൻറ്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റർ റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സും.
മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. കോഴിക്കോട് ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. പത്തനംതിട്ട ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ അസിസ്റ്റൻറ്റ് മലയാളം. കോഴിക്കോട് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഇംഗ്ലീഷ് സീനിയർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC, ST ആൻഡ് ST ഓൺലൈൻ. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്നും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് കൺട്രോളർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC, ST. ഹെഡ് ഓഫീസിൽ നിന്നും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC, ST. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മലയാളം. ആലപ്പുഴ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി. കോട്ടയം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 383/2020. ആലപ്പുഴ ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC, ST ആൻഡ് ST ഓൺലൈൻ. കോട്ടയം ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. മലപ്പുറം ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം. ഇടുക്കി ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം. ഇടുക്കി ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം. ഇടുക്കി ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം. ഇടുക്കി ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ജനറൽ എഡ്യൂക്കേഷൻ. മലപ്പുറം ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്നും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റോർ അറ്റൻഡർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC, ST. ഇടുക്കി ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോട്ടോർ മെക്കാനിക്. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമസ്കാരം.